നമസ്കാരം ഉണ്ടോ ജയനാണ്. അപ്പോൾ ഏറെക്കുറെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ടാറ്റയുടെ കെർവ് ഇന്ന് ലോഞ്ച് ചെയ്തു കിട്ടും. ഇന്ന് രാവിലെ 11:30 അവർ ലൈവ് ഇവന്റ് ചെയ്തത്. 11:00 വെയിറ്റ് ചെയ്ത് ഏതാണ്ട് 2.5 മണിക്കൂറോളം ഇവരുടെ ലൈവ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും കെർവ് ഇവിയുടെ ഫുൾ ഡീറ്റെയിൽസും അതുപോലെ പെട്രോൾ ഡീസൽ വേരിയന്റുകളുടെ ഡീറ്റെയിൽസും എല്ലാം തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിയുടെ മാത്രമാണ് പ്രൈസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ടാറ്റ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത്തവണ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ടാറ്റയുടെ കെർവിന്റെ ഇവിയെ കഴിഞ്ഞും വില കുറഞ്ഞായിരിക്കും പെട്രോൾ ഡീസൽ വേരിയന്റുകൾ വരാൻ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വിയുടെ വില നമുക്കറിയാം, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. പെട്രോൾ ഡീസൽ വേരിയന്റുകൾ എന്ന് പറയുന്നത് സെപ്റ്റംബർ 2 അതിന്റെ ബാക്കി പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ന് എന്തായാലും വാഹനം റിവീൽ ചെയ്തെങ്കിലും ഇലക്ട്രിക്കിന്റെ മാത്രം വേരിയന്റിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കിന്റെ വിയുടെ മാത്രമാണ് പ്രൈസ് അവർ അനൗൺസ് ചെയ്തത് കേട്ടോ. എന്തായാലും ഒരു കിടിലം പ്രൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഡീസൽ പെട്രോൾ വേരിയന്റുകളുടെ വില ഇതിൽ കുറവായിരിക്കും, വിയെ കഴിഞ്ഞും കുറവായിരിക്കും. മറ്റ് യാതൊരു വാഹന നിർമ്മാതാക്കളും കൊടുക്കാത്ത ഒരു ഓഫറാണെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. എന്തായാലും നമുക്ക് ചെറുതായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം. പെട്രോൾ ഡീസൽ വേരിയന്റുകളുണ്ട്, അതുപോലെ തന്നെ വരുന്നുണ്ട്. പെട്രോളിലേക്ക് വരുമ്പോഴത്തേക്ക് 1.2 ലിറ്ററിന്റെ 6 മാനുവൽ ട്രാൻസ്മിഷൻ ആയിട്ടുള്ള 120 bhp കരുത്തും 170 Nm ടോർക്കുമുള്ള പെട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് 1.2 ലിറ്ററിന്റെ. TGDI 7-speed DCI എഞ്ചിൻ വരുന്നുണ്ട് 125 bhp കരുത്തും 225 Nm ടോർക്കുമായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡീസലിന്റെ എഞ്ചിൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്രയോടെക് എഞ്ചിനാണ് വരുന്നത്. അതിലേക്ക് വരുമ്പോഴത്തേക്കും 1.5 ലിറ്ററിന്റെ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 7-speed DCI ആണ് വരുന്നത്. 118 bhp കരുത്തും 260 Nm ടോർക്കുമാണ് അതിലേക്ക് വരുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഇലക്ട്രിക്കിന്റെ വേരിയൻസിന്റെ ഡീറ്റെയിലും നോക്കാം. പവർ ട്രെയിൻ നോക്കി കഴിഞ്ഞാൽ സിംഗിൾ മോട്ടറാണ് വരുന്നത്. 165 bhp കരുത്തുള്ള സിംഗിൾ മോട്ടറാണ് വരുന്നത്. 2 ടൈപ്പ് ബാറ്ററി ഇട്ടാണ് കേട്ടോ തിരിച്ചിരിക്കുന്നത്. അതുപോലെ അതായത് 2 ടൈപ്പായിട്ടാണ് അല്ലെങ്കിൽ 2 വേരിയന്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. കർവ് EV45, കർവ് EV55 എന്നാണ് പേര് വന്നിരിക്കുന്നത് കേട്ടോ. നേരത്തെ LR-MR ലോങ് റേഞ്ച്, മീഡിയം റേഞ്ച് എന്നുള്ള ഒരു പേരായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ മീഡിയം റേഞ്ചിന് 45 എന്നും ലോങ് റേഞ്ചിന് 55 എന്നാണ് പേരിട്ടത്. കാരണം ബാറ്ററിയുടെ കപ്പാസിറ്റിയാണ് 45 കിലോവാട്ടിന്റെ ബാറ്ററി, 55 കിലോവാട്ടിന്റെ ബാറ്ററിയുമാണ് വിയിൽ വന്നിരിക്കുന്നത്. അതിൽ തന്നെ വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അക്കംപ്ലിഷ്ഡ് വരുന്നുണ്ട്. അക്കംപ്ലിഷ്ഡിന്റെ പ്ലസ് എസ് വരുന്നുണ്ട്, എംപവേർഡ് വരുന്നുണ്ട്, എംപവേർഡിന്റെ പ്ലസ് എസ് വരുന്നത് അല്ല പ്ലസ് എ എന്ന് പറയുന്ന ഒരു വേരിയന്റ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത്തരം വേരിയൻസുകളാണ് ഇലക്ട്രിക്കിൽ വരുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ടയർ സൈസ് വരുമ്പോഴത്തേക്കും 215, 55, 18 ഇഞ്ച് അലോയ് വീൽസ് അല്ല വരുന്നത് കേട്ടോ. അതുപോലെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി 450 mm ആണ് വരുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ തവണ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ഒക്കെ കണ്ടിരുന്നു. വെള്ളത്തിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകുന്നു സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പിൽ നിർത്തിയെടുക്കുന്ന ആ ഒരു ഹിൽ ഹോൾഡിന്റെ കപ്പാസിറ്റി ടെസ്റ്റിംഗും അങ്ങനെയുള്ള പല വീഡിയോസ് നമ്മൾ കണ്ടിരുന്നു. വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി 450 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 190 mm വരുന്നുണ്ട്. നമ്മൾ ഡാർജിലിംഗിലെ ആ ഒരു സന്താക്ഫു എന്ന് പറഞ്ഞ ഹിൽസിൽ ഇലക്ട്രിക് EV കർവുമായിട്ട് പോയിരുന്ന വീഡിയോയും അവർ ഷെയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ലിറ്റർ ആണ് കേട്ടോ ബൂട്ട് സ്പേസ്. അതായത് സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ EV ആയതുകൊണ്ട് ഫ്രണ്ടിൽ ട്രങ്കിന് പകരം ഫ്രങ്ക് എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ടിൽ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി കൂടെ വരുന്നുണ്ട്. 11.6 ലിറ്റർ ഫ്രണ്ടിൽ കപ്പാസിറ്റി വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ സ്റ്റൈലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, കൂപ്പേ സ്റ്റൈലാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ വീൽ ഇൻസെർട്സ് വരുന്നുണ്ട്, എയറോ കട്ടൻസ് വരുന്നുണ്ട്. അതുപോലെ ഫ്ലഷ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്, കൂപ്പിലാണ് കേട്ടോ. അതുപോലെ തന്നെ അഡാസ് ലെവൽ 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കൂട്ടെന്ന് പറഞ്ഞാൽ അക്വസ്റ്റിക് വെഹിക്കിൾ അലേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് പെഡസ്ട്രിയൻസിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാനുള്ള ഒരു സൗണ്ട് അലേർട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു സേഫ്റ്റി സിസ്റ്റം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും ഒരു നല്ലൊരു പുതിയ സേഫ്റ്റിയുടെ കാര്യത്തിൽ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നത് എന്തായാലും നല്ലതാണ്. അഡാസ് ലെവൽ 2 വരുന്നത് 20 അഡീഷണൽ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സോടുകൂടിയാണ് അഡാസ് ലെവൽ 2 ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ വിയുടെ ഒരു മറ്റ് ബാക്കി നമ്മൾ പെട്രോളും ഡീസലിന്റെ വേരിയൻസ് പറയുമ്പോൾ സ്മാർട്ട്, പ്യുവർ, ക്രിയേറ്റീവ്, അക്കംപ്ലിഷ്ഡ് അത്രയും വേരിയൻസ് ആണ് വരുന്നത്. അതിൽ തന്നെ പ്ലസ് കുറച്ച് കാര്യങ്ങൾ എസ് പ്ലസ് നമ്മൾ നേരത്തെ നെക്സണിലൊക്കെ കണ്ടിരുന്നു. അത്തരം ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഫുൾ ഫീച്ചേഴ്സോട് മറ്റൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ പ്രൈസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കൂടുതലായിട്ട്. അതുപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സിന്റെ കാര്യങ്ങൾ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ 10.4 ഇഞ്ചിന്റെയാണ് വരുന്നത്. അതുപോലെ 12.3 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 6 വേ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ മെമ്മറി ഉള്ള ഡ്രൈവർ സീറ്റ് ആണ് വരുന്നത്. അതുപോലെ വെന്റിലേറ്റർ ആയിട്ടുള്ള ഫ്രണ്ടിലെ സീറ്റുകളാണ് വരുന്നത്. 9 സ്പീക്കറിന്റെ JBL മ്യൂസിക് സിസ്റ്റം ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അർക്കാഡ് EV എന്ന് പറയുന്ന EV ആപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 സ്റ്റെപ്പ് റയർ സീറ്റ് റിക്ലൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആംബ്രസ്റ്റുകൾ ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് മറ്റൊരു പുതിയ ഫീച്ചറാണ് കേട്ടോ. നമുക്കത് ഹാൻഡ്സ് ഫ്രീ ആയിട്ടുള്ള ടെയിൽ ഗേറ്റ് ക്ലോസിംഗ് ഓപ്പണിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. 18 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. ആംബിയന്റ് ലൈറ്റിംഗ് വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾസ്, അതുപോലെ തന്നെ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ് വരുന്നുണ്ട്. റെയർ ആംബ്രസ്റ്റ്, വയർലെസ് ചാർജിങ് പോയിന്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ.
നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്സ്, ABS, EBD, ESP, 360 ക്യാമറ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറുകൾ, ഇത്തരം ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനുള്ള കാര്യങ്ങൾ ഇതെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി പ്രൈസിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം കേട്ടോ. ഒരു ഇൻവെൻട്രി അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് അവർ അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാർക്കറ്റ് റേറ്റിന് വെച്ചിട്ട് 20 പോയിന്റിലേക്ക് വന്നിട്ട് അവർ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് എന്നുള്ള ലാസ്റ്റ് അനൗൺസ് ചെയ്ത് 17.49 ലക്ഷമാണ് കേട്ടോ EVയുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്നത്. ക്രിയേറ്റീവ് എന്ന് പറയുന്ന വേരിയന്റിൽ വരുന്നതാണ് 17.49 ലക്ഷം. എക്സ്ഷോറൂം പ്രൈസ് ആണ് കേട്ടോ. അതുപോലെ അക്കംപ്ലീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 45 കിലോ വാട്ടിന് വരുന്ന അക്കംപ്ലീഷൻ വരുമ്പോഴത്തേക്കും 18.49, 55 കിലോ വാട്ടിന് വരുമ്പോഴത്തേക്കും 19.25 ലക്ഷമാണ് വരുന്നത്. അതുപോലെ തന്നെ അക്കംപ്ലീഷ് പ്ലസ് എസ് എന്ന് പറയുന്ന ആ ഒരു 45 കിലോ വാട്ടിൻ്റെ 19.29ഉം 55 കിലോ വാട്ടിൻ്റെ 19.99 ആണ് വരുന്നത്. എംപവേർഡിന് 21.25ഉം എംപവേർഡ് പ്ലസ് എസിന് 21.99 ആണ് വരുന്നത്. അതായത് എംപവേർഡ് എന്ന് പറഞ്ഞ ഈ 2 വേരിയൻസും വരുന്നത് 55 കിലോ വാട്ടിൻ്റെ ബാറ്ററി മാത്രമാണ് വരുന്നത്. അതും 45 കിലോ വാട്ടിൻ്റെ വരുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. പ്രൈസ് റേഞ്ച്